നമുക്ക് പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒരു പെട്ടെന്നൊരു വിശപ്പ് വരില്ലേ, പ്രത്യേകിച്ച് വീക്കെൻഡ് ആകുമ്പോൾ. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ വിശപ്പ് വരാറുണ്ടോ? അങ്ങനെ വരാറുള്ള ആളുകളാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങൾ പറയുന്നത് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴേക്കും ബ്രെഡ് പുഡിംഗ് ശരിക്കും ഉണ്ടാക്കിയവർ ഒന്നും പറയരുത്, ഇത് ഞങ്ങളുടെ രീതിയിലുള്ള തട്ടിക്കൂട്ട് ബ്രെഡ് പുഡിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ചു ബ്രെഡ് മേടിച്ചു, നമ്മളതിനെ വാരിക്കൂട്ടി മിക്സിക്കകത്ത് വെച്ചു. അത് കഴിഞ്ഞത് പൊടിയോ എന്ന് എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ ചോദിക്കേണ്ടത്, പൊടിയോ എന്നൊക്കെ. എന്തായാലും സക്സസ് ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അത് കഴിഞ്ഞ് പിന്നെ പാല്, പിന്നെ എൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല. പാലും പിന്നെ പഞ്ചസാര, ഏലക്ക എല്ലാം കൂടെ മിക്സാക്കി എന്തായാലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് ലെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അച്ചു ചോദിക്കുകയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുമോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആ മിക്സ് എന്നൊക്കെ. അപ്പം നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് മധുരം കുറച്ച് കുറവാണെന്നാണ്. പക്ഷെ ഞാൻ മധുരത്തിൻ്റെ വലിയ ഫാനല്ല. പക്ഷെ അച്ചു വെച്ചാൽ മധുരത്തിൻ്റെ ഒരു ഫാനും കൂടിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ടേസ്റ്റ് അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ പറയുകയാണ് ഇത്ര പഞ്ചസാരയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് എന്തായാലും മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്താകുന്ന പോലും ഞങ്ങൾക്ക് ലാസ്റ്റ് സത്യം പറഞ്ഞാലുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കോൺഫിഡൻസിന് ഒരു കുറവില്ല. പിന്നെ ബൂസ്റ്റൊക്കെ ഇട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കഴിക്കാനായിട്ട് റെഡിയാവും.